നമസ്കാരം. മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഒരു നമ്മൾ ഓഫീസേഴ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ സീനിയേഴ്സിനായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഭർത്താവിനോടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഭാര്യയോടായിക്കോട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിന് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, കംപ്ലൈൻറ്റ് ചെയ്താൽ നമുക്ക് ആ കംപ്ലൈൻറ്റ് കേൾക്കുന്ന ആളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും? ഈ വ്യക്തി എപ്പോഴും ഒരു പരാതിപ്പെട്ടിയാണ്, പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. ആ നിങ്ങളുള്ള ഒരു 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 അഭിപ്രായം കുറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്കേ കംപ്ലൈൻറ്റ്, ആ കംപ്ലൈൻറ്റ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ എന്തിനും ഏതിനും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളൊരു സ്വഭാവം, അത് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നവർക്കുള്ള അഭിപ്രായം മാറും. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാത്തിനും കംപ്ലൈൻ്റാണ്. ആ കംപ്ലൈൻറ്റ് പറയുന്നതിന് പകരം ഇതിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, ഇത് എനിക്ക് സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന വ്യക്തിക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന വ്യക്തിയാണോ, എങ്കിലേ ആ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വേണ്ടാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നിങ്ങളൊരു കംപ്ലൈൻറ്റ് ബോക്സായി മാറും മറ്റുള്ളവരും മനസ്സിലും കണ്ണിലും. എന്നാൽ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട പോലെ മാത്രമേ നമ്മൾ കംപ്ലൈൻറ്റ് പറയാൻ പാടുള്ളൂ. എല്ലാ ദിക്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറുകയുള്ളൂ, അവർ നിങ്ങളെ അവഗണിക്കുകയുള്ളൂ. നേരെ മറിച്ച് കംപ്ലൈൻറ്റ് പറയേണ്ട നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമായിരിക്കണം. അതുപോലെ നമ്മൾ പറയുന്ന വ്യക്തിക്ക്, നമ്മൾ പറയുന്ന ഈ കംപ്ലൈൻറ്റിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കംപ്ലൈൻറ്റ് നമ്മൾ പറയാൻ പറ്റൂ. കഴിവതും നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഉപകാരപ്രദമാകുക. നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഡോണ്ട് കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ, എനിത്തിങ്സ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.